നമസ്കാരം, സുമാർ സാറാണ്. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ കീം മാർക്ക് എന്ന് പറഞ്ഞാൽ 600-ൽ നിന്നും 300-ലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതെല്ലാം ഒന്നുകൂടെ ഞാൻ പറയുന്നത് പലർക്കും ഇപ്പോഴും ഡൗട്ടായിട്ട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. 600-ൽ നമ്മുടെ എക്സാം നടന്നു, അതിനെ 300-ലോട്ട് മാറ്റുന്നു. പിന്നെ നമ്മുടെ +2 മാർക്ക് 360 നിന്നും 300-ലോട്ട് മാറ്റുന്നു. ഈ +2 മാർക്ക് 360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാത്സിന്റെ, ഫിസിക്സിന്റെ, കെമിസ്ട്രിയുടെ എല്ലാം 120-ലുള്ളതാണ്. ഈ 120 എങ്ങനെയാണ്? +2-ന്റെ നമ്മുടെ ഒരു 60 മാർക്ക്, പ്രാക്ടിക്കലിന്റെ ഒരു 40 മാർക്ക്, കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ നമ്മുടെ ഇന്റേണൽ 20. ഇങ്ങനെയാ. +1 ഒരിക്കലും ഇതിനോട് കൂട്ടാൻ പാടില്ലായിരുന്നു. ഈ 60, 40, 20, 120 ഒരു സബ്ജക്ട്. ഇതേപോലെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയും +1 എടുക്കത്തതേ ഇല്ല. അങ്ങനെ 360-ൽ വരുന്നതിനെ കൺവേർട്ട് ചെയ്ത് 300. ഈ 300 + 300 നമുക്ക് 600-ൽ വരുന്നു. ഈ 600-ലെ മാർക്കാണ് നമ്മുടെ റാങ്ക് ആയിട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ +2 സ്റ്റേറ്റ് സിലബസിൽ 360-ൽ 3-നും ഫുള്ള് കിട്ടിയ ഒരാൾക്ക് 360 തന്നെയാണ് കിട്ടുന്നത്. അതിനെ കൺവേർട്ട് ചെയ്ത് 300-ലോട്ട് മാറ്റുമ്പോൾ അവൻ എത്ര കിട്ടണം? 300 കിട്ടണം. 360 കിട്ടിയെന്ന് പറഞ്ഞാൽ 300-ലോട്ട് കൺവേർട്ട് ചെയ്താലും 300 കിട്ടും. ഫുൾ മാർക്കാണ് കിട്ടുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ അകത്തൊന്ന് കുറവുണ്ടായത് 300-ൽ 273 മാർക്ക് വരെ കിട്ടുള്ളൂ. എന്ന് പറയാൻ 27 മാർക്ക് വരെ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറിയ മാർക്കാണോ? ഈ 27 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര റാങ്കുകളായിരിക്കും മാറുന്നത്? വലിയ വലിയ എണ്ണങ്ങളായിരിക്കും മാറുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു സ്റ്റാൻഡർഡൈസേഷൻ നടത്തുമ്പോൾ നല്ലതായിട്ടാണ് മാർക്ക് കുറഞ്ഞേക്കുന്നത്. ഈ വർഷം അങ്ങനെ നോക്കുമ്പോൾ അത് കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വർഷത്തെ +2 എക്സാം ഇത്തിരി ടഫായിട്ടുള്ളതുണ്ടായിരുന്നു, ഫിസിക്സും കെമിസ്ട്രിയും. നമുക്ക് എന്താ സ്റ്റാൻഡർഡൈസേഷൻ മീൻസ് എന്താണ്? ഏകീകരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ബോർഡുമായിട്ട് നമ്മുടെ ബോർഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി മോശമാണ്, ഇല്ലെങ്കിൽ ഇത്തിരി ഈസി ആയതുകൊണ്ട് മറ്റവരുടെ ടഫ് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി മാർക്ക് കുറച്ച് അവരോട് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി മാർക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ ലെവല് ഇത്തിരി ബാലൻസ് ചെയ്യാന്നുള്ള ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വർഷത്തെ +2-ന്റെ എക്സാമിൽ കെമിസ്ട്രി നല്ല ടഫായിരുന്നു, ഫിസിക്സും അത്ര മോശമല്ലായിരുന്നു, മാത്സ് ഈസി ആണെങ്കിലും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാർക്ക് കൂടാൻ അത്ര ഈസി അല്ല എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ഈ വർഷത്തെ സ്റ്റാൻഡർഡൈസേഷൻ നടക്കുമ്പോൾ 27 മാർക്ക്, ഒരു ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് 27 മാർക്ക് പിന്നെയും ഈ വർഷം കുറയാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും ഇത് സ്റ്റാൻഡർഡൈസേഷൻ നടത്തുന്നവർക്ക് എന്തായാലും ഒരു പ്രോസസ് ഉണ്ട്, അതിന് കറക്റ്റായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്. ഇതെല്ലാം വെച്ചാണെങ്കിലും നമ്മുടെ കൺസിഡർ ചെയ്യണം നമ്മുടെ കുട്ടികളുടെ മനസ്സ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവർ ഇത്രയൊക്കെ കുറയുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് ഈ കഴിഞ്ഞ വർഷത്തെ നാം ഇതൊന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്നില്ല, അതിന്റെ ബാക്കി അതിന്റെ ഫർദറായിട്ടൊന്നുമേ അതിന്റെ മുന്നോട്ടൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഈ എന്തായാലും ഇനിയും ടൈമുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് ചെയ്യുക. CBSE കുട്ടികളോട് ഞാൻ ഈ CBSE കുട്ടികളെ പറ്റി കേൾക്കുമ്പോഴായിരിക്കും ഇവൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. CBSE കുട്ടികൾക്ക് എക്സാം നല്ല ടഫ് ആയിരുന്നു കേട്ടോ. ഞാൻ അതും പറയുന്നുണ്ട്, നല്ല ടഫായിരുന്നു. അവരുടെയും ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ നല്ല ടഫായിരുന്നു. മാത്സ് അത് ഇതേപോലെ തന്നെ ടഫ് ഇത്തിരി കുറവാണെങ്കിലും മാർക്ക് കിട്ടാൻ അത്ര ഈസി അല്ല. അപ്പോൾ നല്ല ടഫായിരുന്നവർക്കും കേരള സിലബസുകാർക്കും നല്ല ടഫായിരുന്നു. അപ്പോൾ എന്തെങ്കിലും 27 കുറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല, മീൻസ് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. അത്രയൊന്നും കുറയാൻ പാടില്ല എന്നാണ് അർത്ഥം. എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഈ വർഷം കണ്ടെത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ മാനസികമായിട്ട് കുട്ടികൾക്ക് ഒരു ഭയങ്കര വിഷമമായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പം 300-ൽ 300 കിട്ടുന്ന ഒരാൾക്ക് 27 കുറഞ്ഞ് 273 കിട്ടുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 300-ൽ ഇപ്പോൾ ഇപ്പം 300-ൽ 340 കിട്ടിയെങ്കിൽ അതിനനുസരിച്ച് 300-ലോട്ട് മാറ്റുമ്പോഴും കുറയും. പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ കൂടെ കുറയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറയും, നല്ല റാങ്ക് മാറ്റം ഉണ്ടാവും. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ക്ലിയർ ആയിട്ട് ഈ വർഷം തൊട്ട് ഉണ്ടായാൽ നല്ലതാണ്. കാരണം ഇനി ടൈം ഉള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഓക്കെ, ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഒത്തിരി കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തുമാത്രം കുറയും എന്നുള്ളത്. പല രീതിയിൽ കൂടെ നമ്മൾ കേട്ട രീതി വെച്ചുകൊണ്ട് എന്തായാലും കുറയും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പോലെ കുറയരുത് എന്നുള്ളൊരു ആഗ്രഹം ഞാനൊന്ന് പ്രകടിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും കാത്തിരിക്കുക. കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് വൃത്തിയായിട്ട് ടൈമിന് അപ് ടു ടൈമിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ ചാനൽ കൂടെ കിട്ടും. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.